അമേരിക്കയിൽ ജോലി സ്വപ്നം കാണുന്നവർക്കും നിലവിൽ അവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കും ഒരുപോലെ തിരിച്ചടിയാകുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യയിലെ US കോൺസുലേറ്റുകളിൽ H-1B വിസ സ്റ്റാമ്പിങ്ങിനായുള്ള കാത്തിരിപ്പ് സമയം ഇപ്പോൾ 2027 വരെ നീണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് കുടുംബാംഗങ്ങളെയും കരിയറിനെയും പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. 2025 ഡിസംബറിലാണ് ഈ വിസ പ്രതിസന്ധി രൂക്ഷമാകാൻ തുടങ്ങിയത്. ആദ്യം 2026 മാർച്ചിലേക്കും പിന്നീട് ഒക്ടോബറിലേക്കും നീണ്ട അഭിമുഖങ്ങൾ ഇപ്പോൾ 2027 കലണ്ടറിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അതായത് ഒരു വിസ സ്റ്റാമ്പിങ്ങിനായി മാത്രം നിങ്ങൾ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുമെന്ന് ചുരുക്കം. ഇന്ത്യയിലുടനീളമുള്ള US കോൺസുലേറ്റുകളുടെ അമിതമായ തിരക്കാണ് ഇതിന് കാരണമായി പറയുന്നത്. ഇത് വെറും ഒരു സാങ്കേതിക തടസ്സമല്ല. നാട്ടിൽ പോയി മടങ്ങാൻ കഴിയാതെ കുടുംബങ്ങളിൽ നിന്ന് മാസങ്ങളോളം അകന്നു കഴിയേണ്ടി വരുന്നവർ, US-ലെ ജോലി നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ കഴിയുന്ന പ്രൊഫഷണലുകൾ, ഇവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ കുടിയേറ്റ നയങ്ങളും ഇതിന്റെ ആക്കം കൂട്ടുന്നതാണ്. ഇമിഗ്രേഷൻ വിദഗ്ധർ ഇപ്പോൾ നൽകുന്ന പ്രധാന ഉപദേശം അടിയന്തര സാഹചര്യം ഇല്ലെങ്കിൽ നിലവിൽ US-ലുള്ള H-1B തൊഴിലാളികൾ ഇന്ത്യയിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുക എന്നതാണ്. ഒരിക്കൽ ഇന്ത്യയിലെത്തിയ സ്റ്റാമ്പിങ്ങിനായി കുടുങ്ങിപ്പോയ ജോലി സ്ഥലത്തേക്ക് തിരികെ പോകുന്നത് ഒരുപക്ഷെ അസാധ്യമായേക്കാം. സ്റ്റാമ്പിംഗ് പൂർത്തിയാകാതെ US-ലേക്ക് മടങ്ങുന്നത് നിയമപരമായി തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. കുടിയേറ്റ നയങ്ങൾ കൂടുതൽ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി വിസ നടപടികൾ ഇനിയും സങ്കീർണമാകാനാണ് സാധ്യത.